ഒടുവിൽ ABC ചാനൽ സമ്മതിച്ചു, നെതന്യാഹു അബോധാവസ്ഥയിലാണ്. ആരോഗ്യപരമായിരിക്കുന്ന ചികിത്സാ സംബന്ധമായ കാര്യത്തിൽ അതീവ തീവ്ര പരിചരണ വിഭാഗത്തിലാണ് നിലവിലുള്ളത്. ഏത് തരത്തിലുള്ള ചികിത്സയാണ് തേടുന്നത് എന്നതിനെക്കുറിച്ച് ഇപ്പോഴും ഒരു കൃത്യമായിരിക്കുന്ന വിവരം പുറത്തു വന്നിട്ടില്ല എന്നതടങ്ങുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങളിൽ ഊന്നിയ ഒരു കൃത്യമായിരിക്കുന്ന വിവരണമാണ് എന്ന രീതിയിലാണ് ABC ചാനൽ നെതന്യാഹുവായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് പ്രാധാന്യത്തോടുകൂടി ഒരു വീഡിയോ ഇറക്കിയത്. നമുക്കറിയാം, ലോകത്ത് ഏറ്റവും കൂടുതൽ വീരപരിവേഷം ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നെതന്യാഹുവിനാണ് ഉള്ളത് എന്ന് നിരന്തരം പ്രസ്താവിക്കുന്ന ഒരു ചാനലാണ് ABC ചാനൽ. യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ഈ റിപ്പോർട്ടുകൾ ഓരോരോ ദിവസം വരുന്ന സമയത്തും ഇസ്രായേൽ വീരപരിവേഷം നൽകാൻ വേണ്ടി വല്ലാത്ത രീതിയിൽ കിണഞ്ഞ് പരിശ്രമിക്കാറുണ്ട് ചാനൽ. അതിന്റെ തുടർച്ചയായ രീതിയിൽ ഇസ്രായേലുമായിട്ട് ഏറ്റുമുട്ടുന്ന ഒരു രാജ്യത്തിനും ഒരു കാലത്തും വിജയമുണ്ടാവില്ല എന്ന് സ്ഥിരപ്പെടുത്താൻ വേണ്ടി പുതിയ അവതാരകരൊക്കെ വെച്ചുകൊണ്ട് അങ്ങനെ കീശി വീടുന്നതൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇപ്പോൾ അവർ പറയുന്ന കാര്യം, ബങ്കറിൽ അതീവ സുരക്ഷയിൽ ചികിത്സ നടത്തുന്നു. അതതിൻ്റെ കൃത്യമാണ്. അത് ഇതുവരെ പറഞ്ഞിട്ടില്ല, ഇപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. അദാഷ് മെഡിക്കൽ സെന്റർ ജെറുസലേം നഗരത്തിലെ തെക്ക് കിഴക്കൻ ഭാഗത്താണ് ഈ അദാഷ് മെഡിക്കൽ സെന്റർ ഉള്ളത്. ആ മെഡിക്കൽ സെന്ററിന്റെ അകത്ത് അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ടിൽ ബങ്കറിൽ വെച്ചാണ് ചികിത്സ തേടുന്നത്. ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ ആശുപത്രി തന്നെ ആയിക്കൊള്ളണമെന്നില്ല. ശത്രുപക്ഷം വെച്ചാൽ യമന്റെ ഭാഗത്തു നിന്നൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള അക്രമങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി വെറുതെ ഒരു ആശുപത്രിയുടെ പേര് പറഞ്ഞതാവാനുള്ള സാധ്യതയും പറയുന്നു. ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട് എന്ന് മറ്റ് പടിഞ്ഞാറൻ മീഡിയകളൊക്കെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ബോധം വന്നിട്ടില്ല എന്നുള്ള കാര്യം. അപ്പോൾ ആരോഗ്യപരമായ രീതിയിൽ അതീവ ശ്രദ്ധ ചെലുത്തുന്ന അത്യപൂർവം ഭരണാധികാരികളിൽ ഒരാളാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നെതന്യാഹു എന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇതേ ചാനലിൽ നമ്മൾ നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും. ആ രീതിയിലൊക്കെ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം പുറത്തു വന്നതിൽ അദ്ദേഹം ഇതിനു മുൻപ് 2 ശസ്ത്രക്രിയ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഹെർണിയ ബാധിച്ചുകൊണ്ട് ആദ്യഘട്ടത്തിൽ സർജറി നടത്തിയിട്ടുണ്ട്. ഹാർട്ടിന് ബ്ലോക്ക് വന്ന സമയത്ത് 2ാം ഘട്ടത്തിൽ നടത്തിയിട്ടുണ്ട്. പേസ് മേക്കർ വഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് ഘടിപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന അപൂർവം ഭരണാധികാരികളിൽ ഒരാൾ കൂടിയാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി. ആരോഗ്യപരമായിരിക്കുന്ന അദ്ദേഹത്തിന്റെ അവസ്ഥ വളരെ പ്രയാസകരമായിരിക്കുന്ന സ്ഥിതിയാണ്. 75 വയസ്സ് അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെതായിരിക്കുന്ന ഒരു പ്രയാസ ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഏകദേശമൊക്കെ പരാമർശിച്ചുകൊണ്ട് ABC ചാനൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ വാർത്തകൾ ഇങ്ങനെ അവലോകനം ചെയ്ത് അങ്ങനെ പോവുകയാണ്. വീരപരിവേഷം നൽകുന്നതിൽ എല്ലാ കാലത്തും ABC ചാനൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയെ പുകഴ്ത്തി തന്നെ പറയാറുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത്, ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിക്ക് പകരമായി അല്ലെങ്കിൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയുടെ സ്ഥാനം മറ്റൊരാൾക്കും നൽകിയിട്ടില്ല എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ഇപ്പോഴത്തെ യുദ്ധവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിനും കൃത്യമായ രീതിയിൽ ഏതെങ്കിലും നിലപാടെടുക്കാനോ അഭിപ്രായങ്ങൾ പറയാനോ പ്രധാനമന്ത്രിക്ക് സാധിക്കാത്തത് കൊണ്ട് ഇതിനെ നിയന്ത്രിക്കുന്നത് ആര് എന്നതിനെക്കുറിച്ച് ഇപ്പോഴും വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. അതിശക്തമായിരിക്കുന്ന ആക്രമണം യമന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും വരുന്നു. അതിനെ പ്രതിരോധിക്കാൻ സാധിക്കാത്ത ഒരു വിഷയമുണ്ട്. മാത്രമല്ല, ഇപ്പോൾ അവസാന ഘട്ടം എന്ന നിലക്ക് വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഗാസയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്നു. അല്ലെ ഗാസയിലെ പ്രതിനിധികളുമായി ബന്ധപ്പെട്ട് ഖത്തർ തന്നെ 1ഓ 2ഓ ഘട്ടം ചർച്ച തുടങ്ങിയിട്ടുണ്ട് എന്ന വിവരം പുറത്തു വരുന്നു. എന്നാൽ ഇതിന് ഇസ്രായേൽ അനുമതി നൽകിയതാണോ അല്ലേ എന്നുള്ളതിനെ കുറിച്ചുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടില്ല. മാത്രമല്ല, ഗാസയുടെ ഭാഗത്ത് അതിശക്തമായിരിക്കുന്ന ആക്രമണം ഏതാനും ആഴ്ചകൾക്കിടയിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ചില സമയത്ത് വെടിനിർത്തലുമായി ബന്ധപ്പെടുന്ന സമയത്ത് ഇസ്രായേൽ യുദ്ധങ്ങൾ ശക്തമാക്കാറുണ്ട്. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ യുദ്ധം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് പരമാവധി അക്രമം നടത്തുക, നാശങ്ങൾ ഉണ്ടാക്കുക, പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, ആളുകളെ വധിക്കുക എന്നുള്ളത് സാധാരണഗതിയിൽ ഇസ്രായേൽ ചെയ്യാറുള്ളതാണ്. അതിന്റെ തുടർച്ച ഇപ്പോൾ ഈ മേഖലയിൽ കണ്ടുവരുന്നുണ്ട്. അത് പിഞ്ചു കുഞ്ഞുങ്ങളടക്കം കൊലപ്പെടുത്തിയ വിവരങ്ങളും ഈ ശൈത്യത്തിൽ തന്നെ വിവസ്ത്രധാരയായിട്ട് ഇസ്രായേലി പാലസ്തീൻ പൗരന്മാരെ നിർത്തിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഇപ്പോൾ വലിയ ചർച്ചയായിട്ട് തന്നെ മീഡിയകൾ
പറയുന്നുണ്ട്, റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിക്രൂരമായിരിക്കുന്ന പ്രവർത്തികളാണ് ഈ മേഖലയിൽ ഇപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വളരെ പ്രയാസപരമായിരിക്കുന്ന ഒരു ജീവിതാവസ്ഥയിലേക്ക് വീണ്ടും ഗാസക്കാർ മാറിയിരിക്കുന്നു. എന്തിനാണെങ്കിൽ ഈ തരത്തിലുള്ള ആക്രമണം നടത്തുന്നത്, കൊല്ലുന്നത് മുഴുവനും, മരിക്കുന്നത് മുഴുവനും നിരപരാധികളാണ്, കുട്ടികളാണ്, സ്ത്രീകളാണ്. ആ രീതിയിലൊക്കെ അതിൻ്റെ കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ ഈ ഒരു നിയന്ത്രിക്കാൻ ആരുമില്ലാത്ത രീതിയിലും ഒരുപക്ഷെ വെടിനിർത്തൽ സംവിധാനങ്ങളിൽ ഉണ്ടാവാനുള്ള സാധ്യത കണക്കിലെടുത്തും പരമാവധി ആക്രമണം നടത്തുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് എന്ന തരത്തിലാണ്. യുദ്ധം പ്രതിരോധിക്കേണ്ടത് യമനെയാണ്. യമനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇസ്രായേൽ സാധിക്കുന്നില്ല. അവരുടെ അതിശക്തമായിരിക്കുന്ന ആക്രമണത്തിന് മുമ്പിൽ പതറിപ്പോയിരിക്കുകയാണ് ഇസ്രായേൽ. രാജ്യത്തിൻ്റെ അകത്ത് വലിയ രീതിയിലുള്ള ആഭ്യന്തര സംഘർഷങ്ങളും വിഷയങ്ങളും നടക്കുന്നു. ബന്ദികളെ മോചിപ്പിക്കാൻ വേണ്ടി മറ്റൊരു ഭാഗത്ത് അതിശക്തമായിരിക്കുന്ന സമരങ്ങൾ നടക്കുന്നു. ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയാണെങ്കിൽ ഇപ്പോൾ നിലവിൽ രാജ്യത്തില്ല. അത് ബംഗറിലുള്ള ആരോഗ്യപരമായ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട് ബംഗറിന്റെ അകത്ത് വെച്ചിട്ട് ചികിത്സ തേടേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഈ വിഷയങ്ങളൊക്കെ ഇപ്പോൾ വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് ഇസ്രായേലിന്റെ മീഡിയകൾ തന്നെ ചർച്ച ചെയ്യുന്നത്. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ആ രാജ്യത്തിന്റെ ഒരു പ്രധാനമന്ത്രി ഒളിവിൽ നിന്നുകൊണ്ട് ചികിത്സ തേടേണ്ട ഒരു അവസ്ഥ ഉണ്ടായത്. ഏറ്റവും നൂതനമായിരിക്കുന്ന ആശുപത്രി സംവിധാനങ്ങളും ചികിത്സാ സംവിധാനമുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. ആരോഗ്യ സംബന്ധമായ രീതിയിലൊക്കെ അവർ ഒരുപാട് മുന്നിലെത്തിയിരിക്കുന്നു. അത് നൂറ്റാണ്ടുകളുടെ പഴക്കം നൂറ്റാണ്ടുകളെ മുന്നിൽ കണ്ടുകൊണ്ട്, പതിറ്റാണ്ടുകൾക്കപ്പുറം നൂറ്റാണ്ടുകളെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ചികിത്സാ സംവിധാനങ്ങളൊക്കെ ഇസ്രായേലിന്റെ ഭാഗങ്ങളിൽ ഈ പഠന സംബന്ധമായ രീതിയിലൊക്കെ ആരംഭിച്ചിട്ടുണ്ട് എന്ന് ഇതിന്റെ മുൻപ് തന്നെ ഒരു റിപ്പോർട്ടൊക്കെ പുറത്തു വന്നിരുന്നു. സാധാരണഗതിയിൽ 10-20 വർഷത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ആരോഗ്യ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളെ ക്രോഡീകരിക്കും പല രാജ്യങ്ങളും. എന്നാൽ ഇസ്രായേൽ അങ്ങനെയല്ല. കുറച്ചും കൂടി മുന്നോട്ട് നടന്നുകൊണ്ട് അല്ലെങ്കിൽ മുന്നോട്ട് ചിന്തിച്ചുകൊണ്ട് നൂറ്റാണ്ടിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആരോഗ്യപരമായിരിക്കുന്ന മുന്നേറ്റ കാര്യങ്ങളൊക്കെ സാധാരണഗതിയിൽ ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടിന്റെ ഭാഗം പറയുന്നത്. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അത്രക്ക് മെഡിക്കൽ വിഭാഗത്തിൽ ഉന്നത സ്ഥാനത്ത് ഇസ്രായേൽ എത്തിയതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം ചികിത്സ നേടേണ്ട ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിക്ക് പോലും പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിവിശേഷം നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയുടെ ഭാര്യ സാറയ്ക്കെതിരെയായിട്ടുള്ള ഒരു അഴിമതി ആരോപണം പുതിയതായിട്ട് പൊന്തിയിരിക്കുന്നു. അപ്പൊ സാറ നെതന്യാഹു എന്ന പേര് പരാമർശിച്ചുകൊണ്ട് തന്നെ പ്രതിസ്ഥാനത്ത് ഉള്ള വ്യക്തികളിൽ ഇദ്ദേഹം ഉണ്ട് എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഈ അടുത്ത കാലത്ത് നടക്കുന്ന സംഭവങ്ങളൊക്കെ അത്യപൂർവമായിട്ടാണ്, ആദ്യമായിട്ട് നടക്കുന്ന രീതിയിലാണ്. സമാനമായിരിക്കുന്ന അവസ്ഥകൾ ഇതിനു മുൻപൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്ത് ഇപ്പോൾ ഒരു പ്രധാനമന്ത്രി ഇല്ല എന്നുള്ളതും പ്രധാനമന്ത്രിയുടെ ചുമതല മറ്റൊരു മന്ത്രിക്ക് ഏൽപ്പിച്ച് നൽകിയിട്ടില്ല എന്നതിനാലും ഒരു അനാഥത്വം പ്രതിഫലിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കൃത്യമായ രീതിയിലുള്ള ഒരു ഐഡിയോളജി വെച്ചിട്ടുള്ള ഒരു യുദ്ധമോ പ്രതിരോധമോ അവിടെ നടക്കുന്നില്ല. അപ്പോൾ ഓരോരുത്തർക്ക് എന്താണ് തോന്നുന്നത്, ആ തോന്നുന്ന രീതിയിലുള്ള പ്രവൃത്തികളാണ് നടക്കുന്നത്. സിറിയയിലുള്ള സൈനികപരമായിരിക്കുന്ന മുന്നേറ്റത്തിന് ഏതോ തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിരോധം അവിടെ ഉണ്ടായിട്ടുണ്ട്. അത് തുർക്കിയുടേതാണെന്ന് പറയുന്നു, അല്ലെ തുർക്കി ഭീഷണിപ്പെടുത്തിയതാണെന്ന് പറയുന്നു. മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റാത്ത രീതിയിൽ ഇസ്രായേൽ അവിടെ ഏകദേശം പിന്മാറുന്ന ഒരു സ്ഥിതിയിലേക്ക് വരുന്നു. 500 കിലോമീറ്ററോളം ചതുരശ്ര കിലോമീറ്റർ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഈ സിറിയയുടെ രാജ്യം അട്ടിമറിഞ്ഞതോടനുബന്ധിച്ച് ഇസ്രായേൽ പിടിച്ചെടുത്തതാണ്. ആ പ്രദേശത്ത് നിന്ന് ഘട്ടം ഘട്ടമായിട്ട് അവർ പിന്മാറ്റം നടത്തുന്ന പ്രവൃത്തികളൊക്കെ ആരംഭിച്ചിരിക്കുന്നു എന്ന വിവരങ്ങളും നമ്മൾക്കറിയാൻ വേണ്ടി പറ്റുന്നു. ഇത് ഔദ്യോഗികമല്ലെങ്കിൽ പോലും, കാര്യം പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു പരിസ്ഥിതി അവിടെ നിലനിൽക്കുകയാണ്. ഈ ഭാഗത്ത് വലിയ രീതിയിലുള്ള യുദ്ധ സംവിധാനങ്ങൾ നടക്കുന്നു. യമനെ പ്രതിരോധിക്കാൻ വേണ്ടി വലിയ രീതിയിലുള്ള സൈനിക സംവിധാനങ്ങളും യുദ്ധതന്ത്രങ്ങളുമാണ്. അത് ഇല്ലാത്ത ഒരു പ്രയാസം ഇസ്രായേലിന്റെ അകത്ത് ഉണ്ട് എന്നതിനാൽ ഈ സിറിയ എന്ന് പറയുന്ന രാജ്യത്തിന്റെ അകത്തുള്ള മുന്നേറ്റങ്ങൾ തൽക്കാലത്തേക്ക് നിർത്തിവെക്കുന്നതിനെ കുറിച്ചൊക്കെ ആലോചിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം, വീരപരിവേഷങ്ങളൊക്കെ നൽകി ലോകത്തിലെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ഭരണാധികാരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുകഴ്ത്തുന്ന അതേ ഭരണാധികാരി ഇന്ന് ബങ്കറിന്റെ അകത്ത് നിന്ന് ചികിത്സ തേടേണ്ട ഒരു വല്ലാത്തൊരവസ്ഥയിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. വലിയ പരാജയമാണ്. അതായത് നിസ്സാര കാര്യത്തിനൊക്കെ നമ്മൾ കേരളത്തിലുള്ള മന്ത്രിമാർ പോലും അമേരിക്കയിലേക്ക് പറഞ്ഞുകൊണ്ടാണ് ചികിത്സ തേടാറുള്ളത്. ഇവിടെ അത്രയും വലിയ ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയകാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും മെച്ചപ്പെട്ട ചികിത്സ തേടാൻ വേണ്ടിയിട്ട് അമേരിക്കയിലേക്ക് പറന്നു പോകുന്ന മന്ത്രിമാരൊക്കെ നിലനിൽക്കുന്ന നമ്മുടെ കേരളത്തിൽ അതിനോട് താരതമ്യം ചെയ്യുന്ന രീതിയിൽ പോലും ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി എത്തിയിട്ടില്ല എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഖേദകരം.
അപ്പോൾ ഈ പറയുന്ന കാര്യം ഇങ്ങനെയാണ്. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ആ രാജ്യം ഭരിക്കുന്ന ഒരു ഭരണാധികാരി ഒളിസങ്കേതത്തിൽ നിന്നുകൊണ്ട് രോഗചികിത്സ തേടുന്ന ഒരു അവസ്ഥ ഉണ്ടായത്. അതും അബോധാവസ്ഥയിലാണ്. മാത്രമല്ല ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. കൃത്യമായ രീതിയിൽ ഇന്ന സ്ഥലത്താണ് എന്ന് പറയാൻ പോലും ഭയപ്പെടുന്നിടത്തേക്ക് ഇസ്രായേൽ എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ സർവ്വ മേഖലയിലും അവർ പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കൃത്യമാണ്. അതുകൊണ്ട് വല്ലാത്ത രീതിയിൽ ഇസ്രായേലിനെ പ്രശംസിക്കുന്ന അല്ലെ പുകഴ്ത്തി പറയുന്ന ചാനലുകളൊക്കെ യഥാർത്ഥത്തിൽ ഇപ്പോൾ കുറേശ്ശെങ്കിലും സത്യം പറഞ്ഞു വരുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.